ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 27-ാം ദിവസം കൂടിയ 4ാമത്തെ ചൊവ്വാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വരെയുള്ള 26 ദിവസം കൊണ്ട് കേരളത്തിൽ 89,64 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16-17 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 27 ദിവസം കൊണ്ട് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 89,80 ലക്ഷം റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 237 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 29,66 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ 15,17 ലക്ഷം രൂപയും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8,99 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 5,03 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 21 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 59,6 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $1.51 മില്യൺ, അതായത് 14,34 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെയുള്ള 19 ദിവസം കൊണ്ട് 73,40 ലക്ഷം രൂപയാണ് ബ്ലാസ്റ്റ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 20-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 17 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 15,34 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ 20 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 20 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 30 കോടി മറികടക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 20 ദിവസം കൊണ്ട് 75 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ജയറാം നായകനായി പാണ്ഡ്യരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ഉർവശി, മിസ്കിൻ, യോഗി ബാബു, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ 11,67 കർണാടകയിൽ 1,20 കേരളത്തിൽ 37 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5 ലക്ഷം എന്നിങ്ങനെ 13,29 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി 11 ദിവസം കൊണ്ട് 15,35 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 10 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് 8 കോടിക്കാണ് വിറ്റഴിക്കപ്പെട്ടത്. നിലവിൽ ഷെയറായി 7,20 ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് തിയേറ്റർ റൈറ്റ്സിന്റെ ഏകദേശം 90% ഈ സിനിമ മുതലാക്കിയിട്ടുണ്ട്. നസ്ലിൻ നായകനെ അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രം നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ സിനിമയ്ക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 18,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 9,23 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,70 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 10,93 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 18,35 ലക്ഷം രൂപയാണ്. 12-ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 9,40 ലക്ഷം റേഞ്ചിലാണ് കേരളത്തിൽ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 18,60 ലക്ഷം റേഞ്ചിലുമാണ്. രാംചരൺ നായകനായി ബുജി ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസത്തെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 211,05 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 29,11, തമിഴ്നാട്ടിൽ 6,10, കേരളത്തിൽ 57 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 28,26 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 275,09 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 50,80 ലക്ഷം ഉൾപ്പെടെ ലോകമെമ്പാടുമായി 325,89 ലക്ഷം രൂപയാണ് 12 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്നലെയും പുറത്തു വന്നിരുന്നു. അതുപ്രകാരം 393 കോടി രൂപയാണ് 11 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. OTTയിൽ എത്തിയ ശേഷവും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തമിഴ്നാട്ടിൽ നേടിയെടുക്കാനാകുന്നുണ്ട്. 168,81 ലക്ഷം രൂപയാണ് ആദ്യം 32 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 24,46, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 37,94, കേരളത്തിൽ 14,42, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,20 എന്നിങ്ങനെ 248,83 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 81,12 ലക്ഷം ഉൾപ്പെടെ 329,95 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 32 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 33-ാം ദിവസം എന്ന ചൊവ്വാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 330 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. 2006 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ഹാപ്പി ബി ഹാപ്പി. അല്ലു അർജുൻ, ജനീലിയ ദേശ്മുഖ് എന്നിവർ അഭിനയിച്ച ഈ സിനിമ A. കരുണാകരനായിരുന്നു സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ മലയാളം ഡബ്ബിംഗ് പതിപ്പ് ഇക്കഴിഞ്ഞ ജൂൺ 12 തിയേറ്ററിലെത്തിയിരുന്നു. 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലെത്തിച്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 5-ാം ദിവസം എന്ന ചൊവ്വാഴ്ച സിനിമയുടെ കേരള കളക്ഷൻ 12 ലക്ഷത്തിന് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 1,12 ലക്ഷം റേഞ്ചിലാണ് സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.